ഒരു ഉത്സവ സീസണിൽ അതും മലയാളി കുടുംബസമേതം തിയേറ്ററിലേക്ക് എത്തുന്ന ഓണക്കാലത്ത് മോഹൻലാൽ സത്യനന്ദിക്കാട് എവർഗ്രീൻ കോംബോയിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രം 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? കയ്യിൽ നുള്ളിയും ഫാൻ പേജുകളിൽ പരതിയും സമയം കളയണ്ട. സത്യം അതാണ്. ഓണം ബോക്സ് ഓഫീസ് ലോക തൂക്കെന്ന് പറഞ്ഞാൽ കൊലത്തൂക്ക്. മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തിനൊപ്പമാണ് ഡൊമിനിക് അരുണിന്റെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര റിലീസായത്. തൊട്ടടുത്ത ദിവസം ഫഹദ് ഫാസിൽ ചിത്രം ഓടും കുതിര ചാടും കുതിര പുറത്തിറങ്ങി. ലോക കല്യാണി പ്രിയദർശൻ നായികയായ ചിത്രം, അതും സൂപ്പർ ഹീറോ മൂവി. സിനിമ അനൗൺസ് ചെയ്ത സമയത്ത് കല്യാണിയുടെ കാസ്റ്റിംഗ് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെട്ടിരുന്നു. നിർമ്മാതാവ് ദുൽഖറിനാണെങ്കിൽ കൊത്തയുടെ ക്ഷീണമുണ്ട്. പക്ഷേ ഈ വെർച്വൽ വിമർശനങ്ങൾക്കൊക്കെ റിലീസ് ദിവസം വരെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. പ്രേക്ഷകർ കല്യാണിയുടെ ചന്ദ്രയെ ഏറ്റെടുത്തു. മോഹൻലാൽ സംഗീത് കോമഡി ട്രാക്കുകൾ ഹൃദയപൂർവ്വത്തിന് തുടക്കത്തിൽ നല്ല അഭിപ്രായങ്ങൾ നേടിക്കൊടുത്തെങ്കിലും പതിയെ ഓണം മൂഡ് ലോകം മൂടായി. ആദ്യ ദിനം സ്വാഭാവികമായും ഹൃദയപൂർവ്വമായിരുന്നു മുന്നിൽ. 3.25 കോടി രൂപയാണ് സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ. അന്തിക്കാടൻ യൂണിവേഴ്സിലേക്ക് ലാലിന്റെ റീ എൻട്രി പ്രേക്ഷകർ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. 3 കോടി രൂപയ്ക്ക് അടുപ്പിച്ച് തന്നെ ലോകയ്ക്കും ഫസ്റ്റ് ഡേ കളക്ഷൻ ഉണ്ടായിരുന്നു. 41.38% സിനിമയുടെ ഒറിജിനൽ വേർഷന്റെ ഓക്യുപ്പൻസി. തൊട്ടടുത്ത ദിവസം ഫഹദിന്റെ സിനിമ കൂടി ചിത്രത്തിലേക്ക് വരുന്നെങ്കിൽ കൂടി ഹൃദയപൂർവ്വത്തിന്റെ കളക്ഷൻ ഉയരുമെന്നാണ് ഇൻഡസ്ട്രി എക്സ്പെർട്ടുകൾ വിലയിരുത്തിയത്. പക്ഷേ സംഭവിച്ചത് അങ്ങനെയല്ല. മലയാളം കൂടാതെ 3 ഭാഷകളിൽ കൂടി പുറത്തിറങ്ങുന്നു എന്ന അഡ്വാൻറ്റേജ് ലോകയ്ക്കുണ്ടായിരുന്നു. പിന്നെ ഫോക്കും ആദ്യ ഫീമെയിൽ സൂപ്പർ ഹീറോ മൂവി എന്ന കൺസെപ്റ്റും മലയാളിക്ക് ഇക്ഷ പിടിച്ചു. ലോക കളക്ഷൻ ഉയർത്തി. 3.36 കോടി രൂപ. 2.5 കോടി നേടിയ ഹൃദയപൂർവ്വം അല്പം പിന്നാക്കം പോയി. അൽത്താഫിന്റെ കുതിരയ്ക്ക് മുകളിൽ ഫഹദ് ഇരുന്നിട്ടും ബോക്സ് ഓഫീസിൽ അങ്ങോട്ട് ഓടിയെത്താനായില്ല. ആദ്യ ദിനം തന്നെ നല്ലപോലെ കിതച്ചു. 0.75 കോടിയായിരുന്നു ആദ്യ ദിന കളക്ഷൻ. പിന്നീട് അങ്ങോട്ട് ലോകയുടെ ദിവസങ്ങളായിരുന്നു. പലതരം വായനകൾ, കാണാൻ തിയേറ്ററിൽ തിരക്ക്, കാമിയോ വേഷത്തിൽ എത്തുന്നത് ആരൊക്കെ എന്ന സർപ്രൈസ് പൊളിഞ്ഞിട്ടും കല്യാണി പ്രിയദർശന്റെ സ്ക്രീൻ പ്രസൻസും സിനിമയുടെ വലിയ ക്യാൻവാസും കാണികളെ അടുപ്പിച്ചു. അങ്ങനെ വേഫെയറിന്റെ ബാനറിൽ ദുൽഖർ നിർമ്മിക്കുന്ന പല മുൻനിര താരങ്ങൾ അതിഥി വേഷത്തിൽ എത്തുന്ന ചിത്രം എന്ന ലേബലിൽ നിന്ന് സിനിമ നായികയുടെയും കോ റൈറ്ററായ ശാന്തി ബാലചന്ദ്രന്റെയും സംവിധായകൻ ഡൊമിനിക് അരുണിന്റെയും ഛായാഗ്രഹകൻ നിമിഷ് രവിയുടെയും ചന്തു സലീം കുമാറിന്റെയും സിനിമയായി. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 180 കോടിക്ക് മുകളിൽ ലോക ഇതുവരെ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ നിന്ന് 96 കോടിയും. അതിൽ കേരളത്തിൽ നിന്ന് മാത്രം 67 കോടിക്ക് മുകളിൽ നേടി ചിത്രത്തിന്റെ അടുത്ത ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. 1ാം പാർട്ട് ഹിറ്റ് അടിച്ചിട്ട് 2ാം പാർട്ട് എന്ന് വാക്ക് കൊടുത്തിട്ട് മുങ്ങേണ്ട സാഹചര്യം ഈ സംഘത്തിനില്ല എന്നർത്ഥം. ഇന്ത്യൻ ബോക്സ് ഓഫീസ് ഈ സിനിമയുടെ മുന്നേറ്റം കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. വീണ്ടും ആ ക്ലാസിക് ചോദ്യം, ഈ മലയാളം ഫിലിം മേക്കേഴ്സിന് ഇതെങ്ങനെ സാധിക്കുന്നു? വെറും 30 കോടി ബഡ്ജറ്റിൽ ഇവർ ഈ പടം എങ്ങനെ എടുത്തു? ഹോളിവുഡും ടോളിവുഡും ബോളിവുഡും സെറ്റിനും പാട്ടിനും നായകനും മുടക്കുന്ന തുകയുടെ ഒരു അംശം മതി ആളെ വെറുപ്പിക്കാതെ നല്ല പടം എടുക്കാനെന്ന് ലോക തെളിയിച്ചു. മറുവശത്ത് 60 കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവ്വം വേൾഡ് വൈഡ് സ്വന്തമാക്കിയത്. കേരളത്തിൽ നിന്ന് 30 കോടിയും. അൽത്താഫിന്റെ ഓടും കുതിര ചാടും കുതിര കളക്ഷനിൽ ബഹുദൂരം പിന്നിലാണ്. വേൾഡ് വൈഡ് 2 കോടിക്ക് അടുപ്പിച്ച് മാത്രമാണ് സിനിമ കളക്ട് ചെയ്തത്. ഈ 3 സിനിമയെ പറ്റിയും പ്രേക്ഷകർക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടാകും. എന്നാൽ ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല. അർബൻ സെറ്റിംഗിൽ ജെൻസി വൈബിനൊപ്പം ഐതിഹ്യമാലയും കൃത്യമായി കൂട്ടിച്ചേർത്ത ലോക അന്തിക്കാടൻ രുചി ഇഷ്ടപ്പെട്ടവർക്ക് കൂടി പ്രിയങ്കരമായി. അതാണ് കളക്ഷനിൽ പ്രതിഫലിച്ചത്. അതും അല്ലെങ്കിൽ കേട്ടൊരു കഥ പിള്ളേരൊന്ന് പൊളിച്ചെഴുതിയപ്പോൾ ഒരു കൈ കൊടുക്കണമെന്ന് മലയാളി ക്രിട്ടിക്കൽ കാണികൾക്ക് തോന്നിക്കാണണം. അല്ലെങ്കിലും മലയാളി അങ്ങനെയാണല്ലോ, ഡീകൺസ്ട്രക്ഷൻ ആണല്ലോ നമ്മുടെ മെയിൻ.